Hello everyone, welcome to Pastels of Ray. ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്തത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ ട്രാവൽ ഇൻതൂസിയാസ്റ്റ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റ് ആണ് Insta360 ആക്ഷൻ ക്യാമറ. DSLR, മൊബൈൽ ഫോൺ ഇതൊക്കെ ഉള്ളപ്പം എന്തിന് ഒരു ആക്ഷൻ ക്യാമറ നമ്മൾ യൂസ് ചെയ്യണം എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആക്ഷൻ ക്യാമറയുടെ യൂസ് മനസ്സിലായത്. എന്തുകൊണ്ട് നമ്മളൊരു ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യണം എന്ന ടോപ്പിക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്ര വലിയ ഗാഡ്ജറ്റ് ഗീക്കൊന്നുമല്ല. സോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ഇതാണ് Insta360 1R ലൈക്ക എഡിഷൻ. ഇതിൻ്റെ ലൈക്ക എഡിഷൻ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ക്യാമറ ഡിസൈൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ലൈക്കയാണ്. ഇതാണ് Insta360 ആക്ഷൻ ക്യാമറ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡുലാർ ഡിസൈനാണ്. ഇതിൻ്റെ ലെൻസ്, ബാറ്ററി പാക്ക് ആൻഡ് ഡിസ്പ്ലേ ഇതെല്ലാം ഡിറ്റാച്ചബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻഡിപെൻഡൻ്റ്ലി റീപ്ലേസബിളും ആണ്. ഈ മോഡുലാർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഒരു ലോങ്ങർ ലൈഫുള്ള വേറെ ഒരു ബാറ്ററി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ച് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലെൻസ് എന്ന് പറയുന്നത് ഈ Insta360 ഡീഫോൾട്ട് വരുന്നത് ഒരു 1 ഇഞ്ച് ലെൻസാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 360 ഡിഗ്രി ലെൻസ് അല്ലെങ്കിൽ 4K ലെൻസ് ഇതൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റിൽ വേറെ എന്തെങ്കിലും പുതിയ ലെൻസ് ഇറങ്ങുവാണെങ്കിൽ അത് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു USB സ്ലോട്ട് ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു Type C ചാർജിങ് സ്ലോട്ട് കാണാം. ഒരു മൈക്രോ SD സ്ലോട്ടും ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നത് കുറച്ച് ട്രിക്കിയാണ്. ഇതിൻ്റെ ഈ 2 ആരോസ് ലൈനപ്പ് ചെയ്യണം. അത് നമ്മൾ ഇതിനകത്തേക്ക് പുഷ് ചെയ്തിട്ട് ഈ 2 സൈഡിലും പിടിച്ച് അകത്തേക്ക് പുഷ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഈ ലെൻസിന് ഒരു പ്രൊട്ടക്റ്റീവ് കവർ വരുന്നുണ്ട്. ഈ കവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് അണ്ടർ വാട്ടർ ഷൂട്ട്സ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ കവർ റിമൂവബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്, സ്റ്റിക്സ് കണക്ട് ചെയ്യാനുള്ള ആക്സസറീസ് ആണിത്. ഈ പ്രൊട്ടക്റ്റീവ് കേസ് എങ്ങനെ അസംബിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. To the last part of the video, എന്തിനാണ് ഒരു ആക്ഷൻ ക്യാമറ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആക്ഷൻ ക്യാമറ is designed to shoot action scenes. DSLR അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഇതിലൊക്കെ നമുക്ക് ആക്ഷൻ സീൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ഇതിന്റെ പ്രൈമറി ഫീച്ചർ അല്ല. സോ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ചില ഫോൺസിൽ നമുക്കത് ഷൂട്ട് ചെയ്യാം, പക്ഷേ മിനിമം ഡെപ്ത് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓഷൻ ആക്ടിവിറ്റീസ്, സ്ക്യൂബ ഡൈവിംഗ് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ആക്ഷൻ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് വൈഡ് ആംഗിൾ ക്യാപ്ചർ. ഇത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇറ്റ്സ് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ടു ക്യാരി.
നമ്മുടെ ട്രാവലിലെ എക്സൈറ്റിംഗ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ എപ്പോഴും ഒരു ആക്ഷൻ ക്യാമറ ഉള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. Thank you for watching. Please do like, share and subscribe to my channel. Thank you. Bye-bye.